ലാ ഫാമിലിയുടെ സ്വിറ്റ്സർലൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു റോഡ് ട്രിപ്പായിട്ടാണ് സ്കോട്ട്ലൻഡിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പോയത്. കുട്ടികളുടെ ഒപ്പം കാറിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്ര. കാറിൽ പോയതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ മുക്കും മൂലയും അരിച്ചു പറക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ സ്വിറ്റ്സർലൻഡ് പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇത് സ്വിറ്റ്സർലൻഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന സൂറിക്കാണ്. ഫസ്റ്റ് ഡേ ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി, റൈൻ വാട്ടർഫോൾസ് ആൻഡ് ലുസേൻ ചാപ്പൽ ബ്രിഡ്ജ്. സ്വിറ്റ്സർലൻഡിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണ് റൈൻ ഫോൾസ്. സൂറിക്കിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അപ്പുറം. ഇതിൽ തന്നെ ബോട്ടിംഗ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു എൻട്രി പാസ്സാണുള്ളത്. ഞങ്ങൾ 5 പേർക്കും കൂടെ 12 സ്വിസ് ഫ്രാങ്കേ ആയുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണിത്. സ്വിറ്റ്സർലൻഡിലെ ലുസേണിൽ മനോഹരമായിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ട്. റോയ്സ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന 14-ാം നൂറ്റാണ്ടിൽ, അതായത് 1333 പണി കഴിക്കപ്പെട്ട ചാപ്പൽ ബ്രിഡ്ജ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തടിപ്പാലങ്ങളിൽ ഒന്നാണ് ഈ ചാപ്പൽ ബ്രിഡ്ജ്. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഇതിൻ്റെ മേൽക്കൂരയ്ക്കടിയിൽ 17-ാം നൂറ്റാണ്ടിൽ ചെയ്യപ്പെട്ട മനോഹരമായ ചിത്രപ്പണികളാണ്. ഇന്ന് സ്വിറ്റ്സർലൻഡിലെ വിനോദസഞ്ചാരികൾ ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ചാപ്പൽ ബ്രിഡ്ജ്. യങ്ഫ്രോ, ടോപ്പ് ഓഫ് യൂറോപ്പ്, മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1454 മീറ്റർ ഉയരത്തിലാണ് ഈ യങ്ഫ്രോ സ്ഥിതി ചെയ്യുന്നത്. യങ്ഫ്രോ റെയിൽവേ എന്ന് പറയുന്നത് യൂറോപ്പിൽ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള കോക്ക് വീൽ റെയിൽവേ ആണ്. അതിൽ തന്നെ 9 കിലോമീറ്ററോളം ടണലിലൂടെയാണ് നമ്മൾ പോകുന്നത്. യങ്ഫ്രോ പാസ് എടുക്കുകയാണെങ്കിൽ 3 മുതൽ 8 ദിവസം വരെ ആ ഏരിയയിലുള്ള എല്ലാ സർവീസുകളും, കേബിൾ കാർ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. സ്വിറ്റ്സർലൻഡ് യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3-ാമത്തെ ദിവസം ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്വിറ്റ്സർലൻഡിലെ ഗ്രാമങ്ങളാണ്. കാറിൽ പോയതുകൊണ്ട് തന്നെ ആ ഗ്രാമീണ ഭംഗി, ആ ഒരു പ്രകൃതി ഭംഗി പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ലോട്ടർ ബ്രണ്ണൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. 72 വെള്ളച്ചാട്ടങ്ങളുടെ താഴ്വര എന്നാണ് ഈ ലോട്ടർ ബ്രണ്ണൻ അറിയപ്പെടുന്നത്. ആൽപ്സ് പർവ്വതനിരയിൽ ഒരു താഴ്വരയുടെ കീഴെ സ്ഥിതി ചെയ്യുന്ന ഈ ലോട്ടർ ബ്രണ്ണൻ കൂറ്റൻ പാറക്കെട്ടുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്, കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഭൂമിയിലെ സ്വർഗം ഇതാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന അത്ര ഒരു മാസ്മരികമായൊരു ഭംഗിയാണ് ഈ ലോട്ടർ ബ്രണ്ണനുള്ളത്. ഈ കേട്ടത് സ്വിസ് പശുക്കളുടെ മണിനാഥമാണ്. ഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ ഇത്. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഗെസ്റ്റാഡ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ്. ബോളിവുഡ് സിനിമകൾ കാണുന്നവർക്കൊക്കെ ഈ ഗ്രാമം ഒട്ടും അപരിചിതമായിരിക്കാൻ സാധ്യതയില്ല. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കി എന്ന സിനിമയിൽ കജോള് ഗെസ്റ്റാഡ് തെരുവുകളിലൂടെ ഓടുന്ന രംഗങ്ങളൊക്കെ മനോഹരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. തടി കൊണ്ടുള്ള വീടുകൾ, അതും പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള, അത് ഈ സ്വിറ്റ്സർലൻഡിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. ആധുനികത കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഗ്രാമീണ ഭംഗി നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഗെസ്റ്റാഡ്.